ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പുതിയ ദിവസത്തിനായി ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ വായന ഭാഗം ആവർത്തന പുസ്തകം 20 മുതൽ 23 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 29 അധ്യായം 33 വാക്യം. ഇവനെയും എനിക്ക് തന്നു എന്ന് പറഞ്ഞ് അവന് ശിമയോൻ എന്ന് പേരിട്ടു. യാക്കോബിൻ്റെയും ലേയായുടെയും രണ്ടാമത്തെ പുത്രനാണ് ശിമയോൻ. ദൈവം പ്രാർത്ഥന കേട്ടു എന്നാണ് ഈ പേരിൻ്റെ അർത്ഥം. ഗോത്രപിതാവും ആയിരുന്നു ശിമയോൻ. വേദപുസ്തകത്തിൽ ശിമയോൻ എന്ന പേര് മറ്റു പലർക്കും ഉണ്ടായിരുന്നതായി കാണപ്പെടുന്നു. ബെഡുവിൻ എന്ന ഒരു പ്രത്യേകതരം വർഗക്കാരുടെ ഇടയിൽ സാധാരണമായി ഉപയോഗിച്ചു വന്നിരുന്ന ഒരു പേരായിരുന്നു ശിമയോൻ എന്നത്. അറബിയിൽ ഈ പേരിന് ചെന്നായ് എന്ന അർത്ഥവുമുണ്ട്. എന്നാൽ ശിമയോനെക്കുറിച്ച് പ്രധാനമായിട്ട് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ഒന്നാമതായിട്ട്, സഹോദരങ്ങളാണെങ്കിലും ശിമയോനും ലേവിയും തമ്മിൽ ഉറ്റ ബന്ധം പുലർത്തിയിരുന്നതായി കാണുന്നുണ്ട്. ശിമയോനും ലേവിയും ദീനായുടെ സഹോദരങ്ങൾ എന്ന് പ്രത്യേകം ഉൽപ്പത്തി പുസ്തകം 34 അധ്യായം 25 പറഞ്ഞിരിക്കുന്നു. രണ്ടാമതായിട്ട്, ശിമയോൻ പാർത്തിരുന്ന ദേശം ഏതാണെന്ന് നമുക്ക് വ്യക്തമല്ല. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 34 പറയുന്നതനുസരിച്ച് ശിമയോൻ്റെ തൊഴിലിടവും ശിമയോൻ കർമ്മനിരതനായിരുന്നതും ശേഖേം ആണെന്ന് പറയപ്പെടുന്നു. മൂന്നാമതായിട്ട്, സഹോദരിയായ ദീനായോടുള്ള ആഴമായ സ്നേഹവും അവളോട് അതിക്രമം കാണിച്ചവരോടുള്ള പ്രതികാരവും നടപ്പിലാക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നു. നാലാമതായിട്ട്, ശിമയോനും ലേവിയും ദേശത്ത് ചിതറിയിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം 49 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു. സാഹസത്തിന് മടിക്കാത്ത വ്യക്തിയായിരുന്നു ശിമയോൻ. ശിമയോനും ലേവിയും സഹോദരന്മാർ. അവരുടെ വാക്കുകൾ സാഹസത്തിൻ്റെ ആയുധങ്ങൾ എന്ന് പിതാവായ യാക്കോബ് ശിമയോനെക്കുറിച്ച് പറയുന്നുണ്ട്. ന്യായാധിപന്മാർ 1 അധ്യായം 3 വാക്യത്തിൽ ശിമയോൻ സഹോദരനായ യഹൂദായുമായി ചേർന്ന് ആക്രമണം നടത്തുന്നതായി കാണുന്നു. ശിമയോൻ ഹോർമയിലെ സെഫാത്തിൽ പാർത്തിരുന്നു എന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം 1 അധ്യായം 17 വാക്യത്തിൽ പറയുന്നു. സഹോദരങ്ങൾക്ക് വേണ്ടി ജാമ്യം നിൽക്കുവാൻ തയ്യാറാകുന്ന ഒരു ശിമയോനെ ഉൽപ്പത്തി പുസ്തകം 42 അധ്യായം 24 വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സാഹോദര്യ ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു ശിമയോൻ. ശിമയോൻ ലേവി, ശിമയോൻ യഹൂദ, ശിമയോൻ ലേവി, ദീന, അങ്ങനെ നീണ്ടുപോകുന്ന സാഹോദര്യം നിലനിർത്തിയിരുന്ന വ്യക്തിയായിരുന്നു ശിമയോൻ. ദീനായെക്കുറിച്ച് നാം ചിന്തിച്ചപ്പോൾ അവിടെ തൻ്റെ സഹോദരിയെ സംരക്ഷിക്കുന്നതിൽ പ്രധാന സ്ഥാനം വഹിച്ചത് ശിമയോൻ ആയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. തൻ്റെ ഒരേ ഒരു സഹോദരിയായ ദീനായോട് അതിക്രമം കാണിച്ച ശേഖേമിനെയും അവൻ്റെ പട്ടണത്തെയും നശിപ്പിക്കുന്ന ഒരു ശിമയോനെക്കുറിച്ചും നാം അവിടെ കണ്ടതാണ്. സഹോദര സ്നേഹം കേവലം ഒരു വൈകാരിക ഭാവമല്ല, സാങ്കല്പികമായ ഒരു ആദർശവുമല്ല, മറിച്ച് ദൈവസ്നേഹം ഉൾക്കൊള്ളുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായി ഉളവാകുന്ന ഹൃദയംഗമായ ഒരു പ്രതികരണമാകുന്നു സഹോദര സ്നേഹം. നമുക്കും നമ്മുടെ സഹോദരങ്ങളെ ദൈവനാമത്തിൽ സ്നേഹിക്കാം. സഹോദര സ്നേഹത്തിന് ക്രിസ്തു നമ്മെ പഠിപ്പിച്ച കൽപ്പന നമുക്ക് മാതൃകയാക്കാം. നിന്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സഹോദര സ്നേഹത്തിന് ശിമയോൻ കാണിച്ചു തന്ന മാതൃക ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഞങ്ങളുടെ സഹോദരങ്ങളെ ദൈവനാമത്തിൽ സ്നേഹിക്കുവാനും കൂട്ടുകാരനെ ഞങ്ങളെപ്പോലെ തന്നെ സ്നേഹിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.